ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കാശ്മീർ ട്രിപ്പിലെ 5th ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ശ്രീനഗറിൽ തന്നെയായിരുന്നു. ശ്രീനഗറിലെ ദാൽ ലേക്കിലുള്ള ഷിക്കാര റൈഡ് വളരെ ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദാൽ ലേക്കിലെ ഷിക്കാര റൈഡിനാണ്. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ പതിവ് പോലെ നമ്മുടെ ഡ്രൈവർ വന്ന് നമ്മളെ ദാൽ ലേക്കിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദാൽ ലേക്കിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നുണ്ട് ഷിക്കാര റൈഡിനായിട്ട്. പിന്നെ ഒരുപാട് ഗേറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗേറ്റിൻ്റെ അവിടെ ചെന്ന് ഒരു ആളോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്ന ടൈമിങ്ങും ഫീസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു 1 hour നമ്മളെ കൊണ്ടുപോകുന്നത്, അതിനായിട്ട് 2500 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷൈജേട്ടൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അപ്പുറത്തെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് വേറെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പലരും പല റേറ്റാണ് പറയുന്നത്. അവസാനം നമ്മൾ ഒരാളുടെ അടുത്ത് 600 രൂപയ്ക്ക് 1 hour നമ്മൾ ഈ ലേക്കിൽ കൂടെ യാത്ര ചെയ്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇവർ നമ്മളെ കാണുമ്പോൾ തന്നെ വലിയൊരു റേറ്റാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, എവിടെ ചെന്നാലും അവർ ഒത്തിരി വലിയ എമൗണ്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് വരെ എത്താനായിട്ട് അവർ അങ്ങനെ എത്തും. അപ്പം നമുക്ക് അതിൽ പോവാം, അല്ലാതെ ഇവർ പറയുന്ന ഒരു വലിയ റേറ്റ് കൊടുത്തിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഒരു ബോട്ടിൽ കയറി ലേക്കിൽ കൂടെ അങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ചെറിയ ചെറിയ ബോട്ടുകളിലായിട്ട് ഒത്തിരി ആളുകൾ, ചെറിയ ചെറിയ കച്ചവടക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിളായിട്ടും അതുപോലെ ടീ കോഫി എന്നൊക്കെ പറഞ്ഞും ഗ്രിൽഡ് ഐറ്റംസ് ഫ്രഷ് ആയിട്ട് ഗ്രില്ല് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. വെജിറ്റബിൾസും മീറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ, കുറേ കരകൗശല വസ്തുക്കളായിട്ട് ആളുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സും വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇടിച്ച്, ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കാശ്മീരി ഡ്രസ്സ് ഇടിച്ച് നല്ല ഫോട്ടോസ് അവരെടുത്ത് തരും കേട്ടോ. പക്ഷെ അവരൊരു ഡ്രസ്സാണ്, ഒരു കളർ ഡ്രസ്സേ നമ്മൾ ഇടിക്കുള്ളൂ. നമ്മുടെ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ 2 കളർ ഡ്രസ്സ് ഇട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു, നമ്മൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഇതിലേക്ക് കൂടെയുള്ള സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടിനെക്കാട്ടിലും ഞാൻ സജസ്റ്റ് ചെയ്യാം ഇതുപോലെ മാനുവലി തുഴഞ്ഞു പോകുന്ന ബോട്ടിൽ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോട്ട് തുഴയണ ചേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു ചെറിയൊരു ഐലൻഡിലുള്ള ഒരു നെഹ്റു പാർക്ക് എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ഇറങ്ങി കണ്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടു. അവിടെ നിന്ന് പിന്നെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കണ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കാശ്മീർ ട്രിപ്പ് വരുന്നവർ ഈ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിൽ 1 night സ്റ്റേ ചെയ്യാറുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്തില്ല കേട്ടോ. ഈ ഒരു ബോട്ട് നമ്മുടെ മിഷൻ കാശ്മീർ എന്ന് പറഞ്ഞ സിനിമയിൽ ഹൃതിക് റോഷനും പ്രീതി സിൻ്റെയും കൂടി അഭിനയിച്ച ഒരു പാട്ട് സീനിലുള്ള ഒരു ലൊക്കേഷനാണെന്നാണ് കേട്ടോ പറയണത്. ആ ചേട്ടൻ പറഞ്ഞു തരണതാണ് കേട്ടോ, നമുക്കത്ര അറിയില്ല. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഈ ബോട്ടുകളിലൊക്കെ ഒത്തിരി ആളുകൾ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. പിന്നെ ഈ കച്ചവടക്കാർ കണ്ട് ഈ ചേട്ടൻ ബാർബിക്യൂ ചെയ്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട്, വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്, നമുക്ക് ബാർബിക്യൂ വേണമെങ്കിൽ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. അതുപോലെ ഒത്തിരി ആളുകൾ ഇങ്ങനെ കച്ചവടമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജസ്റ്റ് വന്ന കാരണം നമ്മൾ ആരുടെയും ഒന്നും മേടിച്ചില്ല. നമ്മൾ ജസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് 2 ഷോളും മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആ ബോട്ടിലെ ചേട്ടൻ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണിച്ചു തന്നു. നമ്മളവിടെ ഒരു ഷോപ്പിലെ ഷോള് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു കേട്ടോ. अच्छा सर, ये गुड क्वालिटी है, 1000 तक चलेगा सर मरीनो में. Yes. ഇത് ഫ്ലോട്ടിംഗ് ഗാർഡൻ ആണ് കേട്ടോ. ജൂൺ ജൂലൈയിലൊക്കെ വരുവാണെങ്കിൽ നല്ല താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടൻ പറയുന്നത്.
അങ്ങനെ നമ്മുടെ 1 മണിക്കൂറോളം നീണ്ട ശിക്കാര റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ പോയത് അറിഞ്ഞേയില്ല. അത്ര രസകരമായിട്ടുള്ളൊരു റൈഡായിരുന്നു കേട്ടോ. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. ക്രിസ്റ്റോമോനും ഞാനും എല്ലാം പപ്പ എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് ഞങ്ങൾ യാത്ര ചെയ്തു. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ കാശ്മീരി ഡ്രസ്സിലെടുത്ത ഫോട്ടോ വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു. ദാളിലേക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോപ്പുകളായിരുന്നു കേട്ടോ. അവിടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഷോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടത്. വളരെ മനോഹരമായ കുറേ കുഞ്ഞു ഐറ്റംസ് ഉള്ള നല്ല ഷോപ്പ് കേട്ടോ. ഒത്തിരി സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഷോപ്പിൻ്റെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.